നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ സാമ്പത്തികമായി ഒന്നാമതെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എല്ലാ നിലകളിലും ഭാരതം മുന്നോട്ട് കുതിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭാരതത്തെ ഈ വിധമാക്കി മാറ്റിയ വ്യക്തികളെന്ന് പറയുന്നത് കേവലം ഭരണകർത്താക്കൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അവർ കവികളായാലും കഥാകാരന്മാരായാലും ശാസ്ത്രജ്ഞരായാലും കർഷകരായാലും അധ്യാപകരായാലും വിവിധ രംഗങ്ങളിലെ കലാകാരന്മാരായാലും എല്ലാവരും തന്നെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, ഭാരതത്തെ മുന്നോട്ട് നയിക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എല്ലാവരും പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം ആഘോഷിച്ച കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം എന്ന് വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിൽ ഭാരത് സേവക് സമാജ് തീരുമാനിച്ചത് രാജ്യത്തെ ഈ വിധം കെട്ടിപ്പടുത്ത മഹത് വ്യക്തികളെ കണ്ടെത്തി അവരെ ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കണമെന്ന്. രാജ്യത്തെമ്പാടും അനേകായിരം ആളുകളെ ഇതിനകം ഭാരത് സേവക് സമാജ് കണ്ടെത്തി അവരെ ഭാരത് സേവക് സമാജ് പരമോന്നത പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. ഇന്നിവിടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇത്രയും വലിയൊരു കൂട്ടം ആളുകളെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ വിധം ഒരു പുരസ്കാര സ്വീകരണത്തിനായി അങ്ങനെ എത്തിയിട്ടുള്ള വ്യക്തികൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അഭിപ്രായം പറയാൻ കഴിവുള്ള, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പ്രായഭേദമന്യേ സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ ആളുകൾ ഇവിടെ എത്തുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ അഭിപ്രായം പറയുന്നവർ, അഭിപ്രായ സ്വരൂപീകരണത്തിനായി യത്നിക്കുന്നവർ, സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനാകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ കുറേ നാളുകളായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ നാട്ടിലെ സീനിയർ സിറ്റിസൻസിൻ്റെ കാര്യം. 56, 57, 58, 60 വയസ്സ് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെടുന്നത് പോലെ, അവരെ പുറത്താക്കുന്നത് പോലെ ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സേവന മേഖലയിലുള്ളത്. ലോകത്തെ ഏറ്റവും പരിഷ്കൃത രാജ്യങ്ങളൊന്നായ ജപ്പാനിൽ റിട്ടയർമെൻ്റ് ഇല്ല. അവിടെ ആജീവനാന്തമാണ് ആളുകൾ അധ്വാനിക്കുന്നത്. ആരോഗ്യമുള്ളിടത്തോളം കാലം സേവനം നടത്തുവാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം അവിടെ ഉണ്ട് ജപ്പാനിൽ. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തും ആയിക്കൂടാ? നമ്മുടെ നാട്ടിൽ ഇന്നിവിടെ തന്നെ പലരെയും പരിചയപ്പെട്ടപ്പോൾ അവർ സർവീസിൽ നിന്ന് വിരമിച്ചവരാണ്. കണ്ടാൽ ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ളവരാണ്, കർമ്മശേഷിയുള്ളവരാണ്. പ്രവർത്തിക്കുവാൻ പ്രാപ്തി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, പ്രാപ്തിയായി വരുന്ന കാലഘട്ടത്തിലാണ് അവർ സേവന മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. അവരുടെ കർമ്മശേഷി സമൂഹത്തിന് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടുന്ന ചിന്ത നമ്മുടെ രാജ്യത്തുണ്ടായേ മതിയാവൂ. ജപ്പാനിൽ റിട്ടയർമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ആ രാജ്യം പിന്നോട്ടല്ല പോകുന്നത്, ആ രാജ്യം മുന്നോട്ടാണ് പോകുന്നത്. അവിടെ തൊഴിലവസരങ്ങൾ ധാരാളമായി, പുത്തൻ തൊഴിലവസരം ഉണ്ടാവുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾക്കായി അവിടെ തൊഴിൽ കൊടുക്കുവാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഈ സേവന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, പരിചയസമ്പന്നരായ ആളുകൾ, അവരുടെ അധ്വാനം കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ആ ആളുകളെയാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ വയോജന കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വയോജന കേന്ദ്രങ്ങളല്ല, എല്ലാവർക്കും പ്രവർത്തിക്കുവാനുള്ള അന്തരീക്ഷമാണ് സമൂഹത്തിൽ വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്.
അതുപോലെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ഇൻകം ടാക്സ് എടുത്തു കളയണം? ഇൻകം ടാക്സ് എന്ന് പറയുന്ന സാധനം എന്തിനാണ്? ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങൾ വളർച്ചയിൽ വളരെ മുന്നിലാണ്. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ അറിയേണ്ടത്, പാൻ കാർഡ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് 63 കോടി ആളുകളാണ്. അതിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് വെറും 58 കോടി ആളുകളാണ്. ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഒരു 8.5 കോടി ആളുകളാണ്. ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം സമ്പാദ്യം പലതും തന്നെ ബാങ്കിൽ നിക്ഷേപിക്കാതെ കള്ളപ്പണമായി സൂക്ഷിക്കുന്ന ആളുകളുടെ എണ്ണമാണ് നമ്മുടെ രാജ്യത്ത് പെരുകി വരുന്നത്. ഇൻകം ടാക്സ് എടുത്തു കളഞ്ഞാൽ വെറും 5.5 ലക്ഷം കോടി രൂപയാണ് ഇൻകം ടാക്സിലൂടെ ഒരു വർഷം ഗവൺമെന്റിന് വരുന്നത്. ആ 5 ലക്ഷം കോടിയുടെ സ്ഥാനത്ത് പ്രതിവർഷം 100 ലക്ഷം കോടി രൂപ വരാൻ കഴിയുന്ന പദ്ധതി നമുക്കുണ്ട്. ഓരോ ആളുകളുടെയും ബാങ്കിങ്ങിലെ ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ്, അതിൻ്റെ സർവീസ് 0.5% 1% എടുത്താൽ, ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ 0.5% 1% എടുത്താൽ 100 ലക്ഷം കോടിയിലധികം തുക ഒരു വർഷം വരും. 6 മാസത്തിലൊരിക്കൽ ടാക്സ് അടയ്ക്കുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് രാജ്യം നടത്തുന്ന പ്രവണതയിൽ നിന്ന് മാറി സദാസമയവും ട്രഷറിയിൽ പണമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറി വരും. ആ സാമ്പത്തിക സ്ഥിതി മാറാൻ വേണ്ടി നാം ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വീക്ഷണം മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ പട്ടിണി പങ്കുവെക്കുകയും ഇൻകം ടാക്സിൻ്റെയും മറ്റ് പലതിൻ്റെയും പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയല്ല. അധ്വാനിക്കുന്നവർക്ക് ഇഷ്ടമാതിരി അധ്വാനിക്കാനും ധനസമ്പാദനത്തിനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. രാജ്യത്തിൻ്റെ വളർച്ച സമഗ്രമായി മാറും. ഇൻകം ടാക്സ് എടുത്തു കളയുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ അമേരിക്കയിലും ഗൾഫ് നാടുകൾ പോലെ നമ്മുടെ ബാങ്കുകളിലേക്കുള്ള നിക്ഷേപം വൻതോതിൽ മാറും. രാജ്യത്തിൻ്റെയല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് നിക്ഷേപം ധാരാളമായെത്തും. ഞാൻ പറഞ്ഞ 100 ലക്ഷം കോടി രൂപ വരുമാനത്തേക്കാൾ അപ്പുറമായ വരുമാനം നമ്മുടെ രാജ്യത്ത് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വർദ്ധിക്കുകയാണ്. വന്ധ്യത നിവാരണ ക്ലിനിക്കുകൾ വർദ്ധിക്കുകയാണ്. എന്തിനാണ് ഈ കുടുംബാസൂത്രണം? എന്തിനാണ് 2 കുട്ടികൾ 1 കുട്ടികളില്ല എന്നുള്ള അവസ്ഥ? നമ്മുടെ രാജ്യത്ത് സർക്കാരിൻ്റെ മുന്നിൽ ആവശ്യമില്ലാത്ത ഒരു സംവിധാനമായി കുടുംബക്ഷേമ വകുപ്പ് നിൽക്കുകയാണ്. കുടുംബാസൂത്രണം എന്ന് പറയുന്ന, കുടുംബക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന സംവിധാനം എടുത്തു മാറ്റണം. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല രാജ്യത്ത്. ജനസംഖ്യയാണ് രാജ്യത്തിൻ്റെ ശക്തി. ഈ 3 കാര്യങ്ങളും ഭാരതീയ സമാജത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒപ്പീനിയൻ ലീഡേഴ്സ് ആയതുകൊണ്ടാണ്, നാട്ടുകാരോട് സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യണം. പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ക്രൂസിഫിക്കേഷൻ ഓഫ് അൺബോൺ എന്നുള്ളതുപോലെ ജനിക്കാതെ പോകുന്ന ആളുകളെ കൊല്ലുകയല്ലേ? എത്രയെത്ര പ്രതിഭകളെയാണ് നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഭകളെ നശിപ്പിക്കാതിരിക്കാൻ നമ്മുടെ രാജ്യത്തിന് ജനശക്തി, പ്രാപ്തിയുള്ളവരുടെ, കർമ്മനിരതമായ ആളുകളുടെ ഒരു ജനശക്തി, ലോകം മുഴുവൻ തൊഴിൽ ചെയ്യുവാനുള്ള പ്രാപ്തിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ സർവീസ് സെക്ടറിലേക്ക്, ലോകത്തിൻ്റെ വികസന സെക്ടറിലേക്ക്, ലോകത്തിൻ്റെ ശാസ്ത്ര മേഖലയിലേക്ക് ഭാരതീയർ കമാൻഡ് പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭാരതത്തിൻ്റെ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്ന പ്രവണത മാറിയേ മതിയാകും. നമ്മുടെ പല ഭവനങ്ങളും ഇന്ന് കുട്ടികളില്ലാതെ പല ഭവനങ്ങളും പൂട്ടിക്കിടക്കുകയാണ്. ധാരാളം ഭവനങ്ങൾ പ്രായമായ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് കാനഡയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ. ആ അവസ്ഥ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ഇക്കാര്യം നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകണം.
ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ചിന്ത ആ വഴി കൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഭാരതീയ സമാജത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാരത് സേവക് ഉപഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു.